ഹലോ, ഐ എം ശാന്തി. വെൽക്കം ടു ശാന്തി കിച്ചൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ടിട്ട് ഒരു കിച്ചടിയാണ്. അതിന് വേണ്ടത് വാഴപ്പിണ്ടി. ഞാൻ വാഴപ്പിണ്ടി അരിഞ്ഞ് തൈരിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചെയ്തേക്കുന്നത്. പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, കടുക് പൊട്ടിച്ചത്, കടുക്, മുളക്, തൈര്, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. വാഴപ്പിണ്ടി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകത്തെ മാംസമാണ് നമുക്ക് വേണ്ടത്. പുറത്തുള്ളത് പൊളിച്ച് കളയുക. കണ്ട ഇതുപോലൊക്കെ. എന്നിട്ട് ഈ കറുത്ത പാട് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം കണ്ട ഇതുകൊണ്ട് ഈ നാരിരിക്കണ്ട, ഈ നാര് വരാതെ എടുക്കണം. അത് ഓരോ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഈ ഫിംഗറിലേക്ക് ഇത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കണം. അതുപോലെ രണ്ടാമത്തേതും എടുക്കണം. ഇതേപോലൊക്കെ. കണ്ട ഇതുപോലൊക്കെ എടുക്കണം. അതിനുശേഷം ഇത് 4-5 പീസായിട്ട് കട്ട് ചെയ്ത് ചെറിയതായി നൈസായി അരിഞ്ഞ് നമ്മൾ മോരും ഒരു ലേശം ഉപ്പും കൂടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി ചട്ടിയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ കൂട്ടത്തിൽ പച്ചമുളകും ഉപയോഗിക്കും. ഉപ്പ്, വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നികക്കെ കിടക്കുന്ന വിധത്തിൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വാഴപ്പിണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് വേറെ ഒരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് വറുക്കുക. ഇത് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് തേങ്ങ ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് കിച്ചടി ഉണ്ടാക്കാം എന്നാണ്. പാൻ വെച്ചു. എന്നിട്ട് പാൻ ഒന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേക്കിനെ നമുക്കൊന്നുകൂടെ നമ്മുടെ വാഴപ്പിണ്ടിനെ നന്നായിട്ട് മുറിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്,
ഉണക്കമുളക്, കരിവേപ്പില എപ്പോഴും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഗതികൾക്ക് കിടക്കുന്നത്. കടുവറുത്തതിന് ശേഷം ചെറിയ തീയിൽ വേണം തൈര് ഒഴിച്ചു കൊടുത്ത് ഇളക്കേണ്ടത്. ഇതൊരു 6 സ്പൂൺ തൈരുണ്ടാവും. അത് ചെറിയ തീയിലൊന്ന് തിളക്കരുത്. മോര് തിളച്ചാൽ അതായത് ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു വരും, പാല് പോലൊക്കെ. അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളത് വാങ്ങണം. ഉപ്പ് പാകമല്ല, ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കും. ഇനിയാണ് ഇതിനകത്ത് മെയിനായിട്ടൊരു സാധനം നമുക്ക് ചേർക്കാനുണ്ട്. അതാണ് നമ്മൾ കടുക് പൊട്ടിച്ച് വെച്ചത്. അതാണ് ഈ കറിയുടെ രുചി വരുന്നത്. ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട, നമ്മൾ ആ മോരിനകത്തിട്ടാണ് ആ പിണ്ടിയുടെ കളറ്, അതായത് വാഴപ്പിണ്ടിയുടെ കളറ് മാറാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇത് നമുക്ക് നല്ല കുത്തരി ചോറിൻ്റെയോടെയോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുത്തരി പിടിക്കാത്ത ആൾക്കാരുണ്ട്, അവർക്ക് മറ്റുള്ള അരിയുടെ കൂടെ ഉപയോഗിക്കാൻ, ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ്.